ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധനമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ ബോസ് വി മാവേലിക്കര. പ്രാർത്ഥനയോട് ശ്രവിച്ചാലും. ദേവസുധാവന്ദനം സദാ തവ യേശുപരാവന്ദനം. ദേവസുധാവന്ദനം സദാ തവ യേശുപരാവന്ദനം. നാശമകറ്റുവാൻ മാനുജരൂപിയായി, നാശമകറ്റുവാൻ മാനുജരൂപിയായി ഭൂമിയിൽ വന്നവനെ സദാ തവ, ഭൂമിയിൽ വന്നവനെ സദാ തവ. ദേവസുധാവന്ദനം സദാ തവ യേശുപരാവന്ദനം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ഇവിടെ നാം വായിക്കുന്നത് അവൻ നമ്മുടെ സമാധാനമെന്നാണ്. ആരാണ് ഈ അവൻ? വിശുദ്ധ ബൈബിൾ നാം വായിക്കുമ്പോൾ അവൻ മുഖാന്തരം സകലതും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് നാം വായിക്കുന്നത്. ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലതും അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. അവൻ മുഖാന്തരം സകലതും ഉളവായി എന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ ലേഖനങ്ങളിൽ കൂടി നമ്മെ വെളിപ്പെടുത്തി നൽകി. അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ നാം അനുഭവിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ അവൻ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കിയെന്നാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നു അവൻ നമ്മുടെ സമാധാനമെന്നും. കൊലോസ്യർ 1:20 നാം വായിക്കുന്നു അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി എന്നാണ്. ഇവിടെ നാം കാണുന്ന ഈ അവനെന്ന് പറയുന്നത് ക്രൂശിൽ രക്തം ചൊരിഞ്ഞവൻ, ക്രൂശിൽ രക്തം ചിന്തിയവനാണ് അവൻ. നമുക്കറിയാം ക്രൂശിൽ രക്തം ചിന്തിയത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. അവിടെ പൗലോസ് പറയുന്ന അവനെയും അവൻ്റെ പുനരുത്ഥാനത്തെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. അപ്പൊ കഷ്ടം അനുഭവിച്ചവൻ, വേദന അനുഭവിച്ചവൻ, നിന്ദ അനുഭവിച്ചവൻ, മരണവേദന അനുഭവിച്ചവനാണ് ഈ അവൻ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ അവൻ്റെ അടുക്കൽ വന്നവർക്കെല്ലാം സമാധാനവും സന്തോഷവും ലഭിച്ചിട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ഒരു രക്തസ്രാവമുള്ള വേദനയോടുകൂടി ഏറിയ നാളുകൾ ജീവിച്ച ഒരു സ്ത്രീയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവൾ വന്ന് അവൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ അവൾക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ചു. നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് യേശുവിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ, അവൻ്റെ തൊങ്ങൽ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ തൊങ്ങലാണ്. യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ അവൾക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ചു. ഇതൊരു നിസ്സാര കാര്യമല്ല. യേശുക്രിസ്തു അന്ന് വരെയും ഒരു മനുഷ്യനും തൻ്റെ വസ്ത്രത്തിൽ കൂടി സൗഖ്യം കൊടുത്തിട്ടില്ല.
എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച, യേശുക്രിസ്തുവിനെ ആഴമായി സ്നേഹിച്ച, യേശുക്രിസ്തുവിനെ ഒന്ന് തൊട്ടാൽ, അവൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ, അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ സൗഖ്യം ലഭിക്കുമെന്ന് വിശ്വസിച്ചവൾ, രക്തസ്രാവമുള്ള സ്ത്രീ, അവൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവിടെ നാം കാണുന്നത് അവൾ അത് വിശ്വസിച്ചു എന്ന്. അവൾ വിശ്വസിച്ചു. കർത്താവ് അവളുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട് അവളെ, ആ രക്തസ്രാവമുള്ള സ്ത്രീ സൗഖ്യം വന്നത് കണ്ടതുകൊണ്ട് കർത്താവ് അവളോട് പറയുന്നു, നീ സമാധാനത്തോടെ പോകുക. നാം തിരുവഴുത്തിൽ വായിക്കുന്നു, അവൻ്റെ അടുക്കെ നിന്റെ അടുക്കൽ മഹാസമാധാനമുണ്ട്. കാര്യം കർത്താവ് സമാധാനത്തിന്റെ നായകനാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല. ഈ പാപിനിയായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ രക്തസ്രാവമുള്ള സ്ത്രീ, അവൾക്ക് അവിടെ കർത്താവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൾക്ക് സൗഖ്യം ലഭിക്കാനായിട്ടിടയായി തീർന്നു. കാരണം അവളുടെ വിശ്വാസമാണ് അതിന് കാരണമായി തീർന്നത്. അവൾ വിശ്വസിച്ചപ്പോൾ അവൾക്ക് 3 അനുഗ്രഹങ്ങളാണ് അവൾക്ക് ലഭിച്ചത്. ഒന്ന്, അവൾക്ക് രക്ഷ ലഭിച്ചു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അവൾക്ക് രക്ഷ ലഭിച്ചു. മറ്റൊന്ന്, നീ സമാധാനത്തോട് പോകുക, അവൾക്ക് സമാധാനം ലഭിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. മൂന്നാമത് നാം അവിടെ കാണുന്നത്, അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 3 കാര്യങ്ങളാണ് അവൾക്ക് ലഭിച്ചത്. ഒന്ന്, മകളെന്നുള്ള പദവി. മറ്റൊന്ന്, അവക്ക് രക്ഷ. മറ്റൊന്ന്, അവക്ക് സമാധാനം. അവൻ നമ്മുടെ സമാധാനം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി എന്നാണ് തിരുവഴുത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ കൂടി ലഭിച്ച സമാധാനം എന്നുള്ളത് കേവലം എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ട് ലഭിച്ചതല്ല. അവിടെ നാം കാണുന്നു, റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്നാണ്. വിശ്വാസം മുഖാന്തരം സമാധാനം ലഭിച്ചു. അവൻ നമ്മുടെ സമാധാനം. ആ സമാധാനം എങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? വിശ്വാസത്താൽ ലഭിച്ച സമാധാനം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം നാം അവൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ, അവനെ നാം ആരാധിക്കുമ്പോൾ, അവനെ നാം മഹത്വപ്പെടുത്തുമ്പോൾ, അവനെ നമുക്ക് ധ്യാനിക്കുമ്പോൾ, അവനോട് നമുക്ക് പറയാം, നീ എൻ്റെ സമാധാനമാണ്. ഞാൻ നിന്നോട് ശത്രുത പുലർത്തിയവനായിരുന്നു, ഞാൻ നിന്നിൽ നിന്ന് അകന്നുപോയവനായിരുന്നു, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയവനായിരുന്നു. എന്നാൽ നീ എന്നെ വീണ്ടെടുത്തു, നീ എന്നെ രക്ഷിച്ചു, നീ എന്നെ സമാധാനത്തിലേക്ക് കൊണ്ടു, എൻ്റെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് നീ എന്നെ സമാധാനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അതിന് കാരണമായി തീർന്നത് നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം ഉണ്ടാക്കി. ഇരുപക്ഷക്കാരായിരുന്ന നമ്മെ, ശത്രുക്കളായിരുന്ന നമ്മെ, അഭക്തരായിരുന്ന നമ്മെ, ദൈവവിരോധികളായിരുന്ന നമ്മെ, ദോഷികളായിരുന്ന നമ്മെ, പാപം ചെയ്ത് ദൈവദേശം നഷ്ടപ്പോയിരുന്ന നമ്മെ, സമാധാനം നഷ്ടപ്പെട്ട നമ്മെ അവൻ സമാധാന മാർഗത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് നമുക്കിന്ന് ദിവസനദിയിൽ കർത്താവിനോട് നമുക്ക് നന്ദി കരയറ്റാം. അവൻ നമ്മെ സമാധാനത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ നമ്മെ സമാധാനത്തോടെ
പറഞ്ഞയച്ചു. അവൻ നമ്മെ സമാധാനത്തോടെ ഇരുത്തി. മാത്രമല്ല, ഈ സമാധാനം നിത്യസമാധാനമാണ്. ഈ സമാധാനം നഷ്ടപ്പെടുന്ന സമാധാനമല്ല. ഈ സമാധാനം നിത്യസമാധാനമാണ്. ഈ സമാധാനം ആർക്കും എടുത്തു കളയാൻ പറ്റുന്ന സമാധാനമല്ല. ഈ സമാധാനം ആർക്കും അപഹരിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇത് ദൈവീക സമാധാനമാണ്. സകല ബുദ്ധിയും കവിയുന്ന ദൈവീക സമാധാനത്താൽ അവൻ നമ്മെ നിറച്ചു. അതുകൊണ്ട് അവൻ മുഖാന്തരം നമുക്ക് ലഭിച്ച സമാധാനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവന്റെ വിലയേറിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നീതിയിൻ തീയത്തിൽ വെന്തെരിഞ്ഞിടുവാൻ, നീതിയിൻ തീയതിൽ വെന്തെരിഞ്ഞിടുവാൻ ദേഹം കൊടുത്ത പരാ സദാ തവ, ദേഹം കൊടുത്ത പരാ സദാ തവ. ദേവസുതാ വന്ദനം സദാ തവ, യേശുപരാ വന്ദനം.